Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തരേന്ത്യയിൽ മത്സരം കനക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ബിജെപിക്ക് ശക്തമായ വെല്ലുവിളിയാണ് ഇന്ത്യ സഖ്യമുയർത്തുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന ബിജെപിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടും ഇതിനിടെ പുറത്തുവന്നു. ഉത്തരേന്ത്യ കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ചർച്ചയിൽ ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യയിലൂടെ പാലക്കാട് നിന്ന് ഡോക്ടർ അരുൺ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. എന്താണ് ഡോക്ടർ അരുണിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു? എന്താണ് അഭിപ്രായം? ഞാൻ CSDS ലോകനീതി സർവേയുടെ റിസൾട്ട് കഴിഞ്ഞ് 2 ദിവസമായി പരിശോധിക്കുകയായിരുന്നു. നിലവിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചന ലോക്നീതി CSDS സർവേ പ്രകാരം കാണുന്നില്ല. അത് യാഥാർത്ഥ്യത്തോടു കൂടിയുള്ളതാണ്. പക്ഷേ അതിൽ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങളുണ്ട്. ഈ 1/3 വോട്ടർമാരും അവരുടെ മനസ്സ് തുറക്കാൻ പോകുന്നത് അവർ എന്ത് വിഷയത്തിന്മേലാണ് ഒരു വോട്ടെടുപ്പ് നടത്തുക എന്നത് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുൻപാണ് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ഇന്നിപ്പോൾ ആഭ്യന്തര സർവേ അടക്കം പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളെ കാണാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് CSDS സർവേ പറയുന്നത്? CSDS സർവേ പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിനോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, അത് NDA സപ്പോർട്ടേഴ്സിന് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. 1, അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഈ NDA സർക്കാർ ഒരു പരാജയമാണ് എന്നാണ് ഭൂരിപക്ഷം വോട്ടർമാരും കണക്കാക്കുന്നത്. അഥവാ തൊഴിൽ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ 10ൽ 1 മാത്രമേ നരേന്ദ്രമോദിക്കൊപ്പമുള്ളൂ എന്ന് കാണാം. രണ്ടാമത്തത് വിലവർധനമാണ്, ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലും സമാനമാണ്. 10ൽ 1 മാത്രമാണ് നരേന്ദ്രമോദിക്ക് വിലവർധനവ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ, വിലവർധനവ്, മൂന്നാമത്തത് പ്രൈസ് റൈസ് അടക്കമുള്ള കാര്യങ്ങൾക്കൊപ്പം പോവർട്ടിയും നിയന്ത്രിച്ചു നിർത്താൻ ഈ രാജ്യത്തെ മോദി സർക്കാരിന് സാധിച്ചില്ല എന്ന് കണക്കാക്കുന്നവരാണ് 10ൽ 9 പേരും. അതായത് 10ൽ 1 മാത്രമാണ് നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നത്. ഈ 3 പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക വിഷയങ്ങളിന്മേൽ നരേന്ദ്രമോദിക്ക് രാജ്യത്ത് പിന്തുണയില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ മോദിക്ക് സഹായമായ മറ്റു ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നരേന്ദ്രമോദിയുടെ അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളിൽ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്ന് തന്നെയാണ് NDA കണക്കാക്കുന്നത്. അതിൽ തന്നെയുള്ള കണക്കുകൾ നമ്മളോട് പറയുന്നത് നരേന്ദ്രമോദി ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഗുഡ് വർക്ക് എന്ന് നിങ്ങൾ കണക്കാക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ പകുതിയിലധികം ആളുകളും പറയുന്നത് അത് അയോധ്യ ക്ഷേത്രം എന്നുള്ളതാണ്. അപ്പോൾ അയോധ്യ ക്ഷേത്രത്തെ ഒരു പിൻ പോയിന്റ് ആക്കിക്കൊണ്ട് ഹിന്ദുത്വത്തെ മാത്രം ഒരു നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക തന്നെയായിരിക്കും BJP ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ രാജസ്ഥാനിലും ഹരിയാനയിലും തങ്ങൾക്കൊപ്പം നിന്ന വിഭാഗങ്ങളെ ചേർത്തു പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ BJP ആഭ്യന്തരമായി ഒരു തിരിച്ചടി നേരിടുന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്നൊരു ലീഡർഷിപ്പിൻ്റെ ഇമേജിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പിന് ജയിച്ചു കയറുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 2019 നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന പിന്തുണയിൽ നിന്ന് 2024 ആകുമ്പോഴേക്കും 5% കുറവാണ് ഉണ്ടായിരിക്കുന്നത് CSDS സർവേ പ്രകാരം. മാത്രവുമല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നവരും രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം കേവലം 7% ഒരു കണക്ക് കൂടിയുണ്ട്. അതായത് നേരിട്ട് BJPയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് വിജയസാധ്യത പൊതുവെ കൂടുതലാണെങ്കിലും BJP ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ നേരിടുന്ന ഇടങ്ങളിൽ BJPക്ക് അവിടെ പരാജയ സാധ്യത കൂടുതലാണ് എന്നതാണ് CSDS സർവേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് ബീഹാറിലടക്കം ഇത്തവണ BJPക്ക് കനത്ത നഷ്ടമുണ്ടാക്കേണ്ടി വരും. അവിടെ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേദികളിൽ ഒരിടത്തും തന്നെ കാണാൻ കഴിയുന്നില്ല. നിതീഷ് കുമാറിനെതിരെ ശക്തമായ ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്. ആ ആൻറ്റി ഇൻകുംബൻസി കൂടി NDAയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നതാണ് BJPയിലെ NDA നേതൃത്വം ഭയക്കുന്നത്. മറുഭാഗത്ത് ലല്ലു പ്രസാദ് യാദവ് പ്ലസ് SP പ്ലസ് കോൺഗ്രസ് മഹാഗഠബന്ധൻ വളരെ ശക്തമാണ് താനും. അപ്പോൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഇടങ്ങളിൽ BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണ പിന്തുണയ്ക്കാതിരുന്ന, അപ്പോൾ സൗത്തിലാകെ പിന്തുണച്ച കർണാടകയാണ്, അവിടെ 4 സീറ്റ് ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ആ 4 സീറ്റാണെങ്കിൽ പോലും അത് BJPയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. കാരണം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 14 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞ തവണത്തെ 303 എന്ന ടാലിയിൽ നിന്ന് 289 അവർ ചുരുങ്ങും. സൗത്ത് ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ള 4 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ 285 പോകും. നോർത്ത് ഈസ്റ്റിലടക്കം
വെസ്റ്റേൺ സ്റ്റേറ്റിലും ഈസ്റ്റേൺ സ്റ്റേറ്റിലുമായി, ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിലും മണിപ്പൂർ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെയായുള്ള സീറ്റുകളിൽ നിന്നൊരു 4-5 സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടാൽ 275 മുതൽ 280 സീറ്റുകൾ വരെ എന്ന നിലയിലേക്ക് BJP മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഹരിയാനയുടെയും രാജസ്ഥാന്റെയും കണക്കുകൾ കൂടി വരുന്നത്. NDAക്ക് കൂടുതൽ സ്വാധീനശേഷിയുള്ള ഇടങ്ങളിൽ 10 സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് വന്നാൽ അത് 270 എന്ന ടാർഗറ്റിലേക്ക് പോയി നിൽക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബലാബലം, ഒരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടം ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ ഉണ്ടാവുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത്. ആ കണക്കുകളെ വിശ്വസിക്കാമെങ്കിൽ CSDSന്റെ ലോക്നീതി സർവേയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ ഫാക്ടറിൽ, നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ മാത്രം, അയോധ്യയുടെ രാമക്ഷേത്രത്തിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് NDA. എക്കണോമിക് ഫാക്ടേഴ്സിൽ ഒരിടത്ത് പോലും നരേന്ദ്രമോദിക്ക് ആശ്വസിക്കാവുന്ന വകയില്ല. കണക്കുകൾ അത്യന്തം നിരാശാജനകമാണ്. പട്ടിണിയുടെ കാര്യത്തിൽ 111ാമത്തെ നിലയിലേക്ക് നമ്മൾ താണിരിക്കുന്നൊരവസ്ഥയുണ്ട്. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷനിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. മാത്രവുമല്ല, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ 82% എഡ്യൂക്കേറ്റഡ് യൂത്ത് അൺഎംപ്ലോയിഡ് ആണ് എന്ന അവസ്ഥയുണ്ട്. ഈ വോട്ടർമാരുടെ പിന്തുണ കൂടി ഈ CSDS സർവേയിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായം ചെന്നവരും ഗ്രാമങ്ങളിലെ സവർണജാതിക്കാരുമാണ് NDAക്ക് കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതെങ്കിൽ നഗരങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്ന ചെറുപ്പക്കാരടക്കം ഇത്തവണ NDA മുന്നണിയിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണെന്നും CSDS സർവേ വ്യക്തമാക്കുന്നു. എന്ന് പറഞ്ഞാൽ നിലവിൽ ഉത്തരേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ഒക്കെ തന്നെ NDAയുടെ ഒരു ഭാവി അത്ര ശോഭനമല്ല. കടുത്ത മത്സരം അവർ നേരിടുന്നുണ്ട് എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഉത്തരേന്ത്യ കടുക്കുമോ എന്ന ചോദ്യം ചർച്ച തുടരുകയാണ്. നികേഷ് കുമാർ. തീർച്ചയായും അക്കാര്യത്തിൽ കടുത്ത മത്സരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ഉത്തരേന്ത്യയിൽ നിന്നാണ് BJP കൂടുതൽ സീറ്റുകൾ നേടേണ്ടത് എന്നുള്ളതുകൊണ്ടും അങ്ങനെയാണ് 273 തികയ്ക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാകാത്ത വിധത്തിൽ അവരുടെ ഒരു പ്രതിരോധ കോട്ട നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊക്കെ ഇപ്പോൾ കുറേശ്ശെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു സർവേ എന്ന് പറയുന്നത് CSDS ലോക്നീതി സർവേയാണ്. അതിൽ പക്ഷേ ഖണ്ഡിതമായി പറയുന്നുണ്ട് BJPക്ക് ക്ലിയർ എഡ്ജുണ്ട്, BJPക്ക് ക്ലിയർ ആൻഡ് ക്ലോസ് ചലഞ്ച് ഇല്ല എന്ന്. അപ്പോൾ 12% പോയിൻ്റാണ് BJPക്ക് മുൻതൂക്കം നൽകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോദി ഗ്യാരണ്ടിയാണ്. അതായത് മോദിയാണ് BJPയുടെ മൂലക്കല്ല്. അതായത് ഒരു മൂന്നാമതും ഭരണത്തിലേറുന്നതിന് എന്തെങ്കിലും കാരണം BJPക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്നുള്ളതാണ് എന്നാണ് ഈ CSDS ലോക്നീതി സർവേ ആവർത്തിച്ച് പറയുന്നത്. സാധാരണഗതിയിൽ BJP അങ്ങനെ ഒരു കൾട്ട് ഫിഗറിനെ ഒന്നും വളർത്താറില്ല. പക്ഷേ നരേന്ദ്രമോദി ആ നിലയിലൊരു കൾട്ട് ഫിഗർ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ജയ് ശ്രീറാം മുഴങ്ങുന്നതിനേക്കാൾ മോദി 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 എന്ന് മുഴങ്ങുന്നു എന്നുള്ളതാണ്. വാജ്പേയിയുടെയോ അല്ലെങ്കിൽ പിൽക്കാലത്ത് അദ്വാനി എമർജ് ചെയ്യുന്ന കാലഘട്ടത്തിലോ ഒന്നും തന്നെയും ആ നിലയിലുള്ള ഒരു കൾട്ടിനെ BJPയോ RSSോ വളർത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ആ നിലയിൽ ഉണ്ടാകുന്നു. അതുതന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളില്ലല്ലോ, ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി, സ്വന്തം പേരിട്ട് അതിനെ ഗ്യാരണ്ടിയാക്കുകയും അത് വോട്ടർമാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്നീതി സർവേയിൽ പറയുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചും ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിൽ 7% ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയേക്കാൾ 7% താഴെയാണ് രാഹുലിൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ കൂടുതൽ വിശ്വാസ്യത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കാണ് എന്നുള്ളതാണ്. നോക്കൂ, നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് എന്താണ് കഴിഞ്ഞ 10 വർഷത്തെ എന്ന് CSDS ലോക്നീതി ചോദിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണം എന്നാണ്. നമ്മൾ അതിൻ്റെ ഒരു പൊള്ളത്തരമൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ നിലയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും വലിയ നേട്ടമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു എന്നും പറയുന്ന ജനതയോട് പക്ഷേ ഈ പ്രൈസ് റൈസിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇവരുടെ ചോദ്യം ഇതാണ്. അതായത് CSDS ലോക്നീതി സർവേയുടെ ഈ വിലക്കയറ്റം സംബന്ധിച്ചുള്ള ചോദ്യം ഇതാണ്. ആൻഡ് വാട്ട് അബൌട്ട് പ്രൈസ് റൈസ്, ഹാസ് ഇറ്റ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻ ദ പാസ്റ്റ് 5 years എന്നുള്ള ചോദ്യത്തിന് 71% ഈ രാജ്യത്ത് വിലക്കയറ്റം വലിയ തോതിൽ അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
മറ്റൊന്ന് ഈ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ളതാണ്. ഇഫ് യു കമ്പയർ ടുഡേ വിത്ത് ദ ലാസ്റ്റ് 5 years, ഡു യു തിങ്ക് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ഗെറ്റ് ജോബ്സ് ഓർ ഹാസ് ഇറ്റ് ബിക്കം മോർ ഡിഫിക്കൽട്ട്? 62% പേരും തൊഴിലില്ലായ്മയെക്കുറിച്ച് അത് ഒരു ഗുരുതര പ്രശ്നമാണ് എന്ന് പറയുന്നു. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മോദി ഗ്യാരണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ ഉപയോഗിച്ച് എങ്ങനെയാണോ അവരുടെ ഒരു ഫേസ് മാറ്റിയിട്ടുള്ളത്, അവരുടെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളത്, സമാനമായ വിധത്തിൽ മോദി ഇപ്പോൾ BJPക്ക് പഴയ ഇന്ദിര ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സർവേയിലേക്ക് പോയാൽ, അതായത് ദ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ സർവേയിലേക്ക് പോയാൽ 5 ഹരിയാനയിലെ സീറ്റുകൾ 6 രാജസ്ഥാനിലെ സീറ്റുകളിലാണ്. അക്കാര്യത്തിലും BJP അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം വെച്ചാൽ നോക്കൂ, അങ്ങനെ ഒരു മെഷീനറി BJPക്കുണ്ട്. വളരെ മൈന്യൂട്ടായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ തിരിച്ചടി കണ്ടെത്തി അത് ഒരു സർവേയിലൂടെ പുറത്തു വരികയും അതിന് ഇനിയും ദിവസങ്ങളും ആഴ്ചകളും ഉണ്ടല്ലോ, ആ ദിവസങ്ങളും ആഴ്ചകളും ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ ഈ സർവേ. അത് വെറുതെ തോക്കോ ജയിക്കോ എന്ന് അറിയാൻ വേണ്ടിയല്ല സർവേ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചം. നമ്മളിപ്പോൾ ഇന്ത്യ ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ തോക്കുന്ന സീറ്റുകളായിരിക്കും ഇന്ത്യ ബ്ലോക്കിന് കൂടുതൽ. അവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ ഹരിയാനയിൽ 10, രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിനകത്ത് ഈ പറയുന്ന കുറച്ച് സീറ്റുകളുടെ കാര്യത്തിനകത്ത് ഹരിയാനയിൽ ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഒന്ന്, ജാട്ട് രോഷം വളരെ വ്യാപകമായിട്ടുണ്ട് എന്നറിയാം. നമുക്ക് കഴിഞ്ഞ ദിവസം ബീരേന്ദർ സിംഗിൻ്റെ മകനും വീരേന്ദർ സിംഗും ആ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഹൂഡ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ അഗ്നിപഥിനെതിരെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ള ഒരു നാടാണ് ഹരിയാന എന്ന് പറയുന്നത്. അഗ്നിപഥിനെതിരായിട്ടുള്ള രോഷമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഇടമാണ്. മാത്രമല്ല പുതിയ മുഖ്യമന്ത്രിയൊന്നും ഖട്ടാറിനെ പോലെ പോപ്പുലറായി വരാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇല്ല. OBC കൺസോൾട്ടേഷനും അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാജസ്ഥാനിൽ മിക്സഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിൽ നിന്ന് ഒട്ടേറെ പേര് BJPയിലേക്ക് ചേരുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന് ചെറിയ തോതിൽ, പ്രത്യേകിച്ച് കടുത്ത ചൂടിൽ ഒരു ഇൻകംബൻസി ഫാക്ടർ പുതിയ സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജസ്ഥാനിൽ 25-ൽ 25 ഒരു ഘടകകക്ഷി സീറ്റ് കൂടി ചേർത്താൽ 25 സീറ്റും BJPക്കായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയിരുന്നത്. ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക, 6 ഇടങ്ങളിൽ കടുത്ത മത്സരം സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും നമ്മൾ കഴിഞ്ഞ തുടർച്ചയായ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ 303-ഉം 273-ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 30 സീറ്റുകളാണ് എന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം അറിയാം. അവരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യയിലാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സാന്നിധ്യമുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കേവല ഭൂരിപക്ഷ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ പശ്ചിമ ബംഗാളിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയതുകൊണ്ടാണ്, 18 സീറ്റുകൾ നേടിയതുകൊണ്ടാണ്, അസമിലെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ 2 സീറ്റുകളാണ് 280-ൽ ചില്ലുവാനത്തിൽ നിന്നും 303-ലേക്ക് എത്തിച്ചത്. ആ 303-ൽ നമ്മൾ നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് ഒഡീഷയിലും അതുപോലെ പശ്ചിമ ബംഗാളിലും വലിയ കക്ഷിയായി BJP എമർജ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒന്നാം കക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ എങ്ങനെയാണോ പശ്ചിമ ബംഗാളിൽ 2ാം കക്ഷിയായി 18 സീറ്റുകൾ നേടിയത്, എങ്ങനെയാണോ അസമിൽ 1ാം കക്ഷിയായി മാറിയത്, അങ്ങനെയാണ് 280-ൽ നിന്ന് 303-ലേക്ക് കടന്നത്. ആ 303 ഇനി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ 303 നിലനിർത്തുകയോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതെങ്കിലും 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് വലിയ നേട്ടം ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം തെക്കേ ഇന്ത്യയിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പ്രശാന്ത് കിഷോർ തന്നെ പറയുന്നത് തമിഴ്നാട്ടിൽ ഡബിൾ ഡിജിറ്റ് വോട്ടിലേക്ക് പോകുന്നതാണ്, സീറ്റിൻ്റെ കാര്യം പറയുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. കർണാടകത്തിൽ സീറ്റ് കുറയുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അവിടെ വലിയ തമ്മിലടിയാണ് നടക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ ഒരുപക്ഷെ സീറ്റ് കുറയുകയാണെങ്കിൽ തന്നെ ആന്ധ്ര അത് മാനേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം TDPയുടെ ചിറകിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ കാണുന്നത് ജാർഖണ്ഡും അതുപോലെ തന്നെ ബീഹാറുമാണ്. ബീഹാറിൽ വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല തേജസ്വി യാദവ് മുന്നോട്ട് പോകും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഇൻറ്റേർണൽ സർവേ
സർവേയുടെ കാര്യത്തിനകത്ത് BJP അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ആവശ്യമാണ്. ഇന്നത്തെ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള, അതായത് എങ്ങനെയാണോ വാഗ്ദാനങ്ങൾ ഗ്യാരണ്ടിയായി മാറിയത്, അത്രയും തീക്ഷ്ണമായിട്ടുള്ള, അത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രചരണം. അതിന് എന്നെയാണ് വിശ്വാസമെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് ഒരു 7 പോയിന്റ് കുറവാണെങ്കിൽ എൻ്റെ പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മോഡി 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 എന്ന് പറഞ്ഞ് ആളുകളെ ഒരു മോഡി വിസ്മയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോസസ്സ് അവർക്ക് ഗുണമാണ് ചെയ്യുക. അതേസമയം മറുപക്ഷത്ത് നമ്മൾ കേൾക്കുന്ന ഈ നിശബ്ദതയുണ്ടല്ലോ, അത് ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ഒരു മത്സരത്തിനില്ല, ഞങ്ങൾ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല എന്നുള്ള തോന്നൽ യഥാർത്ഥത്തിൽ ഇന്ത്യ പക്ഷത്ത് ഞാൻ കാണുന്നുണ്ട്. ശരി, ബാക്കി രണ്ടുപേരുടെ അഭിപ്രായത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. 2 സർവേകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഉത്തരേന്ത്യ കടുക്കുമോ എന്ന ചോദ്യത്തിലേക്കും എത്തിയിരിക്കുന്നത്. RSSന്റെ ആഭ്യന്തര സർവേയാണ് ഒന്ന്. അതിൽ 214 സീറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പീസാണ് എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരു സർവേ RSS നടത്തിയതായി ഒരിടത്തും സ്ഥിരീകരിക്കപ്പെട്ടു വന്നിട്ടില്ല. അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ RSSന്റെ സർവേയെക്കുറിച്ചുള്ള വാർത്ത ആദ്യം വരുന്നത് ലോക്മത്തിലാണ്. മറാത്തി ന്യൂസ് പേപ്പറാണ് ലോക്മത്ത് എന്ന് പറയുന്ന പത്രം ആരുടേതാണ് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. എന്താണ് ഇങ്ങനെയൊരു ഇന്റേണൽ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പിന്നിലുള്ള ആളുകളുടെയും, അതായത് ചെയർമാൻ അടക്കമുള്ള ആളുകളുടെയും രാഷ്ട്രീയം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നതാണ് പരിശോധിക്കേണ്ടത്. ഈ ലോക്മത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് വിജയ് ദർദ രാജ്യസഭയിലേക്ക് 3 വട്ടം പോയതും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കോൺഗ്രസിൻ്റെ പിന്തുണയോടെ 1998 മുതൽ 3 വട്ടം തുടർച്ചയായി രാജ്യസഭയിലേക്ക് പോയയാളാണ് വിജയ് ദർദ. അപ്പോൾ പിന്നെ ഈ സർവേയുടെ ആധികാരികതയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആഭ്യന്തരമായി കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്, സർവേകൾ നടത്താറുണ്ട്. പക്ഷേ ഈ കോട്ട് ചെയ്തിരിക്കുന്ന സർവേ എന്ന് പറയുന്നത് ലോക്മത്ത് പടച്ചുവിട്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കാരണം 2022-ൽ 23-ൽ അതിനു മുൻപ് 2015-ൽ 17-ൽ ഒക്കെ സമാനമായ രീതിയിൽ ലോക്മത്ത് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളും RSSന്റെ ഇന്റേണൽ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുപോലെ പ്രസിദ്ധീകരിക്കുകയും അത് അവർ തന്നെ വന്ന് നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ ലോക്മത്ത് അടിച്ചുവിട്ട ഈ സർവേ കോട്ട് ചെയ്തുകൊണ്ട് ആദ്യം രംഗത്ത് വരുന്നത് യോഗേന്ദ്ര യാദവാണ്. യോഗേന്ദ്ര യാദവ് പറയുന്നു, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ അടുത്തതായി ഏറ്റുപിടിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള പ്രിയങ്ക് ഖർഗെയാണ്. പ്രിയങ്ക് ഖർഗെ എന്ന കർണാടക മന്ത്രി ഇതങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ആഭ്യന്തര സർവേ കണ്ടില്ലേ, ഇതുപോലെയാണ്, കർണാടകത്തിലും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർവേ വെച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളിലേക്ക് യോഗേന്ദ്ര യാദവും പ്രിയങ്ക് ഖർഗെയും കടക്കുന്നത് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ സർവേ എന്ന് പറയുന്നത് ഈ ലോക്മത്തിൻ്റെ സർവേ. അതുകൊണ്ട് തന്നെ അത് വ്യാജമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ ആധികാരികമായി ആ സർവേ വിശദാംശങ്ങളടക്കം ഇതിപ്പോൾ ഒരു പേപ്പർ കഷണമാണ്. അതിന് മുകളിൽ RSS എഴുതി വെക്കുന്നു, 2 കൊടിയുടെ ഇമോജി ഇടുന്നു, എന്നിട്ട് അത് RSSന്റെ സർവേ ആണെന്ന് പറയുന്നു. അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകളും. ഇനി അടുത്ത രണ്ടാമത്തെ സർവേ എന്ന് പറയുന്നത് ലോക്നീതി CSDS സർവേയാണ്. അതിൽ അവർ എത്ര സാമ്പിളുകൾ എടുത്തു, അതായത് രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 543 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യയിൽ അവർ സർവേ നടത്തിയിരിക്കുന്നത് 19 സംസ്ഥാനങ്ങളിലാണ്. എടുത്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 10,019 ആളുകൾ മാത്രമാണ്. അപ്പോൾ എത്ര ചുരുങ്ങിയ ഒരു സാമ്പിൾ സൈസാണ് നോക്കൂ. നമ്മൾ നടത്തിയ സർവേയിൽ പോലും നമ്മൾ എടുത്തത് 20,000-ഓളം സാമ്പിളാണ്. 20 മണ്ഡലങ്ങളിൽ നിന്ന്, അതായത് ഒരു മണ്ഡലത്തിന് 1000 സാമ്പിൾ വീതമെങ്കിലും എടുത്തുകൊണ്ടുള്ള ഒരു സർവേയാണ് റിപ്പോർട്ടർ പോലൊരു മാധ്യമ സ്ഥാപനം നടത്തിയത്. പക്ഷേ ഇവിടെ ലോക്നീതി CSDS സർവേയിലെടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതൊരിക്കലും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പര്യാപ്തമായ ഒന്നല്ല. 10,019 പേർ 19 സംസ്ഥാനങ്ങളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണോ ഇന്ത്യയുടെ മനസ്സ്? അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യ ബ്ലോക്കിനെതിരെ 12% ലീഡ് ഇങ്ങനെ ചുരുങ്ങിയ സാമ്പിൾ സൈസ് വെച്ച് ചെയ്യുന്ന ഒരു സർവേ ആണെങ്കിൽ പോലും അതിൽ 12% മുൻതൂക്കം അത് NDAക്കാണ് നൽകുന്നത്. പിന്നെ ഇവിടെ പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ സർവേയിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പറയാതെ പോയ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴത്തെ സർക്കാരിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പകുതിയിലേറെ ആളുകളും തൃപ്തരാണ് എന്ന ഉത്തരം ഇതേ സർവേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം, 10,019 പേരോട് ചോദിക്കുമ്പോൾ പോലും അതിൽ പകുതിയിലധികം ആളുകൾക്ക് അക്കാര്യത്തിൽ സംതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അതായത് മോദി ഗ്യാരണ്ടി അത് വോട്ടർമാരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് അങ്ങനെയൊരു വിദ്വേഷം അല്ലെങ്കിൽ ആളുകളിൽ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇവിടെയും ഞാൻ റിപ്പോർട്ടറിന്റെ സർവേയുമായിട്ടാണ് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ട് നടത്തിയ സർവേയിൽ തുടർ ഭരണത്തിലൂടെ കടന്നു പോകുന്ന പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ തന്നെയാണ് എന്ന് പറഞ്ഞത് ഈ 20 മണ്ഡലങ്ങളിൽ വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ്. 5 എണ്ണത്തിൽ പോലും ഒന്നാം സ്ഥാനത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊരു ഫാക്ട് നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ
രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത്. ഇനി BJPയുടെ മാനിഫെസ്റ്റോ നാളെ വരാനിരിക്കുകയാണ്. ആ മാനിഫെസ്റ്റോയിൽ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദുത്വ അജണ്ടയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്നൊക്കെ കിനാവ് കണ്ടിരിക്കുന്ന ആളുകളോടാണ്. അതൊന്നുമല്ല, വികസനം തന്നെയാണ് മാനിഫെസ്റ്റോയിൽ പ്രധാന ഘടകമായി വരാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്. അത് തയ്യാറാക്കുന്നതിനായി 1.5 മില്യൺ 15 ലക്ഷം ആളുകളിൽ നിന്ന് സജഷൻസ് ഈ പ്രകടന പത്രികയ്ക്കായി എടുത്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് അവർ തയ്യാറാക്കുന്നത്. അതാണ് നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്യുന്ന ഗ്യാരണ്ടി. അല്ലാതെ കേവലം ഒരു വ്യക്തിയുടെ ഏക വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു ഗ്യാരണ്ടി അല്ല നൽകുന്നത്. മോദി എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എൻറ്റയർ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ന്യായപത്രയും BJPയുടെ സങ്കല്പ പത്രയും ഇത് തമ്മിലുള്ള ഒരു താരതമ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ 4 ജാതികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഈ പറയുന്ന മാനിഫെസ്റ്റോയിലും വരാൻ പോകുന്നു. യൂത്ത്, വിമൻ, ഫാർമേഴ്സ് ആൻഡ് പുവർ, ഇവരിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക നാളെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായി, ഞാനിവിടെ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു വാചകം കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവസാനമായി. കഴിഞ്ഞ 10 വർഷമായി ഒരു ജയവും ഇല്ലാതെ, എടുത്തു പറയാൻ തക്ക ഒരു പ്രോഗ്രസ്സും കൊണ്ടുവരാതെ ഒരേ രീതിയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ തൻ്റെ പൊളിറ്റിക്കൽ ജേണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തവണ കൂടി, അതായത് 2024 കൂടി തോറ്റമ്പുകയാണെങ്കിൽ, നമ്മൾ യോദ്ധ സിനിമയിൽ കണ്ടതുപോലെ ഈ അരശുമുട്ടിൽ അപ്പുക്കുട്ടനും തൈപ്പറമ്പിൽ അശോകനും തമ്മിലുള്ള മത്സരം പോലെ ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാതെ ഒന്ന് മാറി നിൽക്കണം രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. 5 വർഷത്തെ ഒരു ബ്രേക്ക് എടുക്കുക, കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് രാഹുൽ ഗാന്ധി ചെയ്തേ പറ്റൂ. അല്ലാതെ മോദി ഗ്യാരണ്ടി ഇല്ല, നരേന്ദ്രമോദി തോൽക്കാൻ പോകുന്നു, RSSന്റെ സർവേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദിവാസ്വപ്നം കണ്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. 2047 രാജ്യത്തെ, അതായത് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കും എന്നുള്ള ഒരു ഫോർമുല വെച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും BJPയും മുന്നോട്ട് പോകുന്നത്. അതവർ നടപ്പാക്കുകയും ചെയ്യും. ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ സർവേയുടെ ആധികാരികത എന്താണെന്ന് പോലും പരിശോധിക്കാതെ അതൊക്കെ എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി അതാ തോൽക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്യുന്നത് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കണക്കാണ്. ആ കണക്ക് കൂടി പറയാം. ഹരിയാനയിൽ 10 സീറ്റും രാജസ്ഥാനിൽ 25 സീറ്റുമുണ്ട്. 2019 ഹരിയാനയിലെ 10ൽ 10ഉം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ആയിരുന്നു. രാജസ്ഥാനിൽ 24 BJPക്ക്, 1 RLPക്ക്, അങ്ങനെയായിരുന്നു. ഇത്തവണ ഹരിയാനയിലെ 5 സീറ്റിലും രാജസ്ഥാനിലെ 6 സീറ്റിലും ഒരു ചലഞ്ച് നേരിടുന്നു എന്നുള്ളത് അവർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ദിവസങ്ങളുണ്ട്. അതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുന്നോട്ടുള്ള ദിവസങ്ങൾ എത്രത്തോളം മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട്. അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടേതായ ഒരു വിജയ ഫോർമുല. ഇനിയുള്ള ദിവസങ്ങളിൽ മെയ് 25 ഹരിയാനയിൽ വോട്ടെടുപ്പുള്ളൂ. അതിനു മുൻപ് തന്നെ ഇപ്പോഴെന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വവും സംവിധാനവുമുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഇനഫ് ടൈം ഈസ് ദെയർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക തന്നെ ചെയ്യും. അതായത് രാജ്യത്തെ രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ട്, സാധ്യതകളും അതുപോലെ തന്നെ വെല്ലുവിളികളും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നിരാശ ബാധിച്ച്, ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റുപിടിക്കുന്ന ലോക്മത്ത് പോലെയുള്ള മാധ്യമങ്ങൾ, അവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത 3ാം മോദി സർക്കാർ വരുമ്പോൾ, അത് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അയ്യോ EVM ഹാക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറേ ആളുകളെയും കാണേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് ബാക്കി. ഉത്തരേന്ത്യ കടുക്കും. അത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമാണ് കടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ മറുപടി. ശരി, ഉത്തരേന്ത്യ കടുക്കുമോ എന്ന ചോദ്യത്തിന് കടുക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു നിരാശയിൽ നിന്ന് വന്നിരിക്കുന്ന മറുപടിയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സർവേ തെറ്റാണ് എങ്കിൽ ആ സർവേ നടത്തിയവർക്കെതിരെ അല്ലെങ്കിൽ സർവേ വിവരം പുറത്തുവിട്ടവർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ സർവേക്ക് ശേഷം നടത്തിയ പ്രസംഗം, മോദിയുടെ പ്രസംഗം പ്രധാനമാണെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ രാജസ്ഥാനും ഹരിയാനയിലും മാത്രമായിട്ടാണ് ഒരു സർവേ നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റു സർവേകൾ പുറത്തുവിടാത്തായിരിക്കാം ഒരുപക്ഷെ. 2 സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ട് അവിടെ ഉള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ നേരിടും എന്നുള്ള കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ 5ഉം രാജസ്ഥാനിൽ 8ലും കടുത്ത മത്സരം എന്നുള്ളതാണല്ലോ ഈ സർവേയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ജാട്ട് നേതാക്കളെ അവഗണിച്ചു എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ അഗ്നിപത്, ഏറ്റവും അധികം ഈ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് അല്ലേ? അഗ്നിവീർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് അത് വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ OBC വോട്ടുകളുടെ കാര്യത്തിലും സ്വന്തം നേതാക്കൾ അവഗണിക്കപ്പെടുന്നു, ഈ കോൺഗ്രസിൽ വന്ന നേതാക്കൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ആഭ്യന്തര മെക്കാനിസം വളരെ നന്നായി, കൃത്യമായി, വേഗത്തിൽ നടത്തുന്നു മോദി. അത് ഇപ്പോൾ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചല്ലോ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ച് അവരുടെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു സർവേ വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ നടത്തിയ പ്രസംഗം തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്
പോലും ഭരണഘടന മാറ്റി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദി പ്രസംഗിക്കുന്നപ്പോഴാണ് ഈ സംവരണം ചർച്ചയാകുമ്പോൾ പട്ടികജാതി വിഭാഗത്തിന് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രസംഗത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് അതിനെ അപ്പോൾ പരിഹരിച്ചു പോകാനുള്ള ഒരു ശേഷി BJPക്കുണ്ട്. അപ്പുറത്ത് അതില്ല എന്നുള്ള വിമർശനം നിൽക്കുന്നു. അപ്പുറത്ത് ഇന്ത്യ മുന്നണി എന്നൊരു വലിയ സഖ്യത്തിലേക്ക് വന്നെങ്കിലും അതിലെ നേതാക്കളെ എങ്ങനെയൊക്കെ നിർവീര്യമാക്കുന്നു, അത് കേസുകൾ വഴിയാവാം, ED വിട്ടാകാം, അറസ്റ്റ് ചെയ്താകാം, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു വശത്ത് നടക്കുന്നു. അപ്പുറത്ത് ഏകസ്വരമില്ലാത്തൊരു വിഷയം നിൽക്കുന്നു, ഏകമുഖമില്ലാത്തൊരു വിഷയം നിൽക്കുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നു. അപ്പോഴും ഇത്രയാണ് ഈ ആഭ്യന്തര സർവേയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റേ സർവേ എന്ന് പറയുന്നത് ഒരു ആധികാരിക സർവേ ആയിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. CSDS ലോക് നീതി സർവേയെ പൊതുവെ ആ രൂപത്തിൽ തന്നെയാണ് പൊതുവെ രാജ്യം വിലയിരുത്തുന്നത്. അപ്പോൾ ആ സർവേയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ചെറിയ വ്യത്യാസമാണ് പല കാര്യങ്ങളും കാണിക്കുന്നതെന്നുള്ളതാണ്. ഈ മോദി ഗ്യാരണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് നേരത്തെ വിനേഷ് ചൂണ്ടിക്കാണിച്ചല്ലോ. പക്ഷേ മോദിയുടെ ഗ്യാരണ്ടിക്ക് 56% പറയുമ്പോൾ രാഹുലിന്റെ ഗ്യാരണ്ടിക്ക് 49% ഉണ്ട്. 7% വ്യത്യാസം. ആ 7% വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വലിയ തോതിൽ മോദി ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാരണ്ടിയും ഈ ഗ്യാരണ്ടി തമ്മിൽ വെറും 7% വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളൊരു ഘടകം അവിടെ നിൽക്കുന്നു. പിന്നെ 2019 65% കേന്ദ്ര സർക്കാരിൽ തൃപ്തരാകുമ്പോൾ 2024 ആകുമ്പോഴേക്കും അത് 57% ചുരുങ്ങിയാണ്. അപ്പോൾ അതൃപ്തരുടെ എണ്ണം 30% ഇപ്പോൾ 2019 അതൃപ്തരുടെ ശതമാനം 30% ഇപ്പോൾ അത് 39% വർദ്ധിക്കുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ ഭരണവിരുദ്ധ വികാരമില്ല എന്ന രീതിയിൽ അതിനെ കാണിക്കുമ്പോൾ പല ഘടകങ്ങളുണ്ട്. പക്ഷേ ആ ഘടകങ്ങളിൽ BJPക്ക് അല്പം മുൻതൂക്കം എന്ന നിലയ്ക്കാണ് കാണേണ്ടത്. അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം അപ്പുറത്തില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നവർ വെറും 34%, എതിർക്കുമെന്ന് പറയുന്നത് 46%. BJP ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നവർ 40%, എതിർക്കുമെന്ന് പറയുന്നവർ 21%. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സാമ്പിൾ സൈസൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ 19 സംസ്ഥാനങ്ങളിൽ നിന്നായി 1019 പേരുടെ അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും അതിൽ 100 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, 100 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 400 പോളിംഗ് സ്റ്റേഷൻ പരിധികൾ ഉൾപ്പെടുന്നു. ഇതൊക്കെ കണക്കാക്കിയിട്ട് ശാസ്ത്രീയമായിട്ട് എടുത്താണ്. ആളുകളുടെ എണ്ണം കുറവായിരിക്കാം. ഈ 10 വർഷം കൊണ്ട് മോദി സർക്കാർ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് അഭിപ്രായപ്പെടുന്നവർ 42%. വെൽഫെയർ സ്കീംസ് നടപ്പാക്കിയെന്ന് കരുതുന്ന വെറും 18%. അത്രയും കുറവാണ്. പിന്നെ മോദിയുടെ പ്രതിച്ഛായയ്ക്ക് വെറും 10% കിട്ടുന്നുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എത്രത്തോളം ഉയർത്തി കാണിക്കുന്നു അത്രത്തോളം ഇല്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സർവേയിൽ നിന്ന് പുറത്തു വരികയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന് 23% പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ആ 23%വും ഈ BJPയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നൊരു ഘടകം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മോഡി ഗ്യാരണ്ടിയിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ 23%, ഒരു പരിധിവരെ വിശ്വാസമുള്ളവർ 33%, വിശ്വാസമില്ലാത്തവർ 35%. രാഹുലിലേക്ക് വരുമ്പോൾ പൂർണ്ണ വിശ്വാസമുള്ളവർ 27%, ഒരു പരിധിവരെ 32%, വിശ്വാസമില്ലാത്തവർ 38%. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഘടകം അവിടെ നിൽക്കുന്നു. ഈ 2019 നോർത്തും അതായത് വടക്കും പടിഞ്ഞാറ് കടൽ NDAക്കൊപ്പമായിരുന്നു. അന്ന് 47%. 2019 48%. ഇപ്പോഴേക്ക് വരുമ്പോൾ 2024 വരുമ്പോൾ അത് 47%. 1% കുറവേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. കോൺഗ്രസിനും സഖ്യത്തിനും വളർച്ചയുണ്ട്. അത് 2%, കേവലം 2%. 2019 22%, 24 വരുമ്പോൾ 24% മാറുന്നു എന്നുള്ളൊരു വ്യത്യാസം. ഇതിൽ പ്രധാനപ്പെട്ട ഈ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് അതൃപ്തിക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നുള്ളതാണ്. ഇത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ആ തരത്തിൽ അതൃപ്തരായവർ കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളാണ് അപ്പുറത്ത് നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത്രത്തോളം ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഈ മട്ടൻ കറിയും മീനും ഒക്കെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അത്തരം പ്രചാരണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നു. ഇപ്പോൾ സുജയ് പറയുന്നു നാളെ വരാൻ പോകുന്ന പ്രകടന പത്രിക എന്താണെന്ന് സുജയ്ക്ക് അറിയാമെന്ന് പറയുന്നു. അതിൽ വികസനം മാത്രമായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളിലുള്ള പ്രസംഗം എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇത്രയും ആത്മവിശ്വാസം വികസനവുമായി ബന്ധപ്പെട്ട്, നല്ല ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയാതെ ഈ തരത്തിൽ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതൊരു ആത്മവിശ്വാസക്കുറവാണ്. ഈ തരത്തിൽ വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് കൂട്ടാനുള്ള ശ്രമം അപ്പുറത്ത് നടക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഉത്തരേന്ത്യ എന്നല്ല, പൊതുവെ കടുക്കാനുള്ള സാധ്യത കുറയുന്ന അപ്പുറത്ത്
ദുർബലമായിരിക്കുന്നു എന്നൊരിത്താണ് ഞാൻ നോ എന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നമുക്ക് ചർച്ച ഇനി തുടരുന്നുണ്ടോ? അല്ല, ഒരു കാര്യത്തിൽ ഈ CSDS സർവേയെ കുറിച്ച് സുജയ പാർവതി പറഞ്ഞതിനെ കുറിച്ച് CSDS എന്ന് പറയുന്നത് ദീർഘകാലമായി സർവേ നടത്തുന്നതാണ്. അവരുടെ ഒരു പ്രോസസ്സാണ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പ്രോസസ്സാണ്. പ്രീ പോൾ സർവേ ഉണ്ടാകും, പോസ്റ്റ് പോൾ സർവേ ഉണ്ടാവും, എക്സിറ്റ് സർവേ ഉണ്ടാവും, എക്സിറ്റ് പോൾ ഉണ്ടാവും. ആ നിലയിൽ ഒരു ഇലക്ഷൻ സ്റ്റഡിയാണ്. അല്ലാതെ അവർ നാളെ 210 സീറ്റ് കിട്ടുന്നോ അല്ലെങ്കിൽ 250 സീറ്റ് കിട്ടുന്നോ പറയാൻ പോകുന്ന ഒരു സർവേ അല്ല അത്. അവർ തന്നെ പറയുന്നു 12%. അങ്ങനെ ആ CSDS സർവേ പൊളിയട്ടെ എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. 12% എഡ്ജാണ് BJPക്ക് കൊടുക്കുന്നത്. അപ്പോൾ 12% എഡ്ജ് കൊടുക്കുന്ന ഒരു സർവേ എന്ന് പറയുന്നത് വളരെ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞ കൂടി കൂട്ടിച്ചേർക്കണമല്ലോ. ഈ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഈ കോൺഗ്രസ് ഒന്നും തീരെ ഊന്നുന്നില്ല എന്നൊരു വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് അവർ അത് ഈ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ വിമർശനമാണ് സ്മൃതി. രണ്ടും രണ്ടായി കാണണം. അതായത് പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനമാണ്. അദ്ദേഹം ഇതൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല പറയുന്നത്. അതേസമയം CSDS ലോക്നിധി സർവേ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി പ്രശാന്ത് കിഷോർ ബീഹാറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം, നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ വീക്ഷണമാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അതിനകത്ത് പറയുന്നത് രാഹുൽ ഗാന്ധി പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ചില്ലെങ്കിൽ മാറി നിൽക്കണം എന്നൊക്കെയാണ്. 1980 BJP 1999 വരെ ഒരേ ലീഡർഷിപ്പിനുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കെ അദ്വാനിയും AB വാജ്പേയിയും. 84 ഇവർ തോറ്റമ്പിയ സമയത്ത് മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യത്തിനനുസരിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛക്കനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനം മാത്രമായിട്ട് കണ്ടാൽ മതി. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ കാര്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2019 ഇല്ലാത്ത ഒരു കാര്യമുള്ളത് ഇന്ത്യ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, BJP വേഴ്സസ് ഹൂ എന്നുള്ള ചോദ്യത്തിനകത്ത് ഇന്ത്യ ബ്ലോക്കിലെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്ത ആ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനെ ന്യൂനപക്ഷ സീറ്റുകളിൽ പൊളിക്കാൻ AMIMനെയും BSPയെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അത് ഇവരെ ഉപയോഗിക്കുന്നതിന് പുറമെ ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഇങ്ങനെ കുറേ കക്ഷികൾ വന്ന് മത്സരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം സീറ്റുകളിൽ മാത്രമാണ് ഈ ഭീഷണിയുള്ളത്. അത് തന്നെ മുസ്ലിം സമൂഹം തിരിച്ചറിയും എന്നുള്ളതാണ് ഈ സെക്കുലർ പാർട്ടികളുടെ വ്യത്യാസം. അപ്പോൾ ഒന്ന് ഇന്ത്യ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. 2019 BJPക്ക് 303 സീറ്റ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുൽവാമ ബാലക്കോട്ടാണ്. അതില്ലായിരുന്നെങ്കിൽ 303 സീറ്റ് കിട്ടില്ല, കേവല ഭൂരിപക്ഷം തന്നെ കിട്ടില്ല എന്നായിരുന്നു അന്നത്തെ സർവേകൾ വ്യക്തമാക്കിയിരുന്നത്. ഇത്തവണ അങ്ങനെ ഒരു പുൽവാമ ബാലക്കോട്ട് ഇല്ല കേട്ടോ. അവിടെയാണ് നമ്മൾ നേരത്തെ പറയുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ചും അതുപോലെ തന്നെ വിലക്കയറ്റത്തിനെ കുറിച്ചും വലിയ തോതിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഈ മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിഷയത്തിൽ മോദിയെ ഞാൻ നേരത്തെ പറഞ്ഞു, BJPയെ സംബന്ധിച്ചിടത്തോളം മൂലക്കല്ലാണ് മോദി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ മോദിയെ അനുകൂലിക്കുന്ന ഈ നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ച ഈ മോർ ദാൻ 50% ഉണ്ടല്ലോ, അവർക്കൊന്നും പറയാനില്ലാന്നേ. അതാണ് ഞാൻ തുടർച്ചയായി പറയുന്നത്. ഒരു 10 വർഷം അധികാരം കിട്ടിയ ഒരു ഭരണാധികാരിക്ക് ഇന്ത്യയെപ്പോലെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ള എന്താ, ഒരു ബ്രാഹ്മക്ഷേത്രം പകുതിയാക്കി വെച്ചിട്ടുണ്ട്, പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സർവേകൾ മോദി 50% തൃപ്തികരമാണെന്ന് പറയുമ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ പേരിലാണ് തൃപ്തി. ആ നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനാറിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരോടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർ രാമക്ഷേത്രത്തിൽ തൃപ്തരാവുകയാണ്. ശരി, ഉത്തരേന്ത്യ കടുക്കുമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1. സ്മൃതി ഒരു നിമിഷം. സ്മൃതി നമുക്ക് ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ്, വേഗം പറഞ്ഞോളൂ. അല്ലല്ല, ഒരു ഒറ്റ വാചകം. അതായത് നേരത്തെ CSDS സർവേയുടെ ആധികാരികതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. CSDSൻ്റെ തുടർച്ചയായ 3 സർവേകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. CSDSൻ്റെ രജനി കൊഥാരി മുതൽ തുടങ്ങിയ വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു സെഫോളജിക്കൽ അറ്റംപ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് CSDS. അപ്പോൾ CSDS പല സർവേകൾ നടത്തും. മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് സർവേ നടത്തും, പ്രീ പോൾ സർവേ നടത്തും, വിവിധ ഘട്ടങ്ങളിലായിട്ടാണ്. അതിന് 1019 സാമ്പിൾ സൈസ് എന്നുള്ളതൊക്കെ റെപ്രസെൻറ്റേറ്റീവാണ്. അത് ഈ സെഫോളജിയെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് തോന്നുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക്കായ റാൻഡം സാമ്പിളിംഗ് വഴി ഏറെ സമയമെടുത്ത് വളരെ മെറ്റിക്കുലസ് ആയി പൈലറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഒറ്റ വാചകം കൂടി, അതിനകത്ത് വളരെ രസകരമായ 2 കാര്യങ്ങൾ പറയുന്നത്. മോദിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ രാമക്ഷേത്രമാണ്. മോദിയുടെ ഭരണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് റേസും വിലവർദ്ധനവും തൊഴിലില്ലായ്മയും പോവർട്ടി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതാണ് ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഇതാണ് മോദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമക്ഷേത്രമാവുകയും മോദിയിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തത് വിലക്കയറ്റവും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമാണ് എന്നത് ഒരു പുതിയ നെറേറ്റീവായി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്തവണ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഷയം.
ശരി, മാത്രമല്ല ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ലീഗിന്റെ ഛായയാണെന്ന് പറയുന്നവർ നാളത്തെ പ്രകടന പത്രിക എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. ഒരു കൗതുകമാണ്. Meet the editors.